സ്ത്രീകൾ പള്ളികളിൽ ഇബാദത്ത് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് അള്ളാഹുവിൻ്റെ ഭവനമായ പള്ളികളിൽ ഒരു സ്ത്രീ ഇബാദത്ത് ചെയ്ത് നമസ്കരിക്കുന്നു, ജുമാ ക്ഷമിക്കുന്നു, അവിടുത്തെ വിജ്ഞാന സദസ്സുകളിൽ പങ്കെടുക്കുന്നു, മാന്യമായ വേഷവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തി പുരുഷന്മാരുടെ കൂടിക്കലരാതെ ചെയ്യുന്നു എന്നൊക്കെ പറയുമ്പോൾ രണ്ട് സമീപന രീതികളാണ് നമ്മുടെ നാട്ടിലുള്ളത്. ഒന്ന്, ചില വിഭാഗം ആളുകൾ അവർ പറയും ഹറാമാണ്, അങ്ങനത്തെ അവർ പോകുന്നതേ ഹറാമാണ്. രണ്ടാമതൊരു വിഭാഗം അവർ പറയുന്നതും തെളിയിക്കുന്നതും ജായിസാണ്. ജായിസ് എന്ന് പറഞ്ഞാൽ അനുവദനീയമാണ്, നിർബന്ധമല്ല, എന്നാൽ അവർക്ക് പോകുന്നതിന് തടസ്സങ്ങളൊന്നുമില്ല, വേണമെങ്കിൽ പോകാം, കുഴപ്പമില്ല, ജായിസാണ്. സ്വാഭാവികമായും ഈ വിഷയത്തിൽ അഭിപ്രായം പറയുമ്പോൾ നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത് പറയുന്ന വ്യക്തികളുടെ സ്ഥാനമോ അവരുടെ നേതൃത്വമോ അവരുടെ പദവികളെക്കാൾ പുറത്ത് അള്ളാഹിന്റെ പ്രമാണങ്ങൾ എന്ത് പറയുന്നു, ദീനിൽ എന്താ അതൊക്കെ പറയുന്നത്. നിങ്ങൾ വിശുദ്ധ ഖുർആൻ വായിച്ചിട്ടുണ്ടാവും. മറിയം ബീവിന്റെ ചരിത്രം പറയാ. വിശുദ്ധ ഖുർആനിൽ നമ്മൾ വായിക്കുമ്പോൾ കാണാൻ സാധിക്കുന്ന ഏക സ്ത്രീയുടെ പേര് മറിയം ബീവിന്റെ പേരാണ്. ആ മറിയം ബീവി താമസിച്ചത് മസ്ജിദുൽ അഖ്സയിലാണ്, ബൈത്തുൽ മുഖദ്ദസിൽ. എന്നിട്ട് മറിയം ബീവിനോട് പറയുന്നത് എന്താണെന്നറിയോ? അവിടെ പുരുഷന്മാര് വരുന്ന സ്ഥലമാണ്, അവിടുന്നൊക്കെ ഒഴിഞ്ഞു പോകണം എന്നാണെങ്കിൽ ശ്രദ്ധിക്കുക. യാ മറിയമു മറിയമേ ഉഖ്നുതി ലിറബ്ബികി വസ്ജുദി വർക്കഈ മഅർ-റാക്കിഈൻ. മറിയമേ, നീ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്ത് താഴ്മയോടെ ഭക്തി പുരസ്സരം ഇബാദത്ത് ചെയ്തോ. വസ്ജുദി, നീ സുജൂദ് ചെയ്തോ. വർക്കഈ, നീ റുകൂഅ് ചെയ്തോ. മഅർ-റാക്കിഈൻ, റുകൂഅ് ചെയ്യുന്നവരോടൊപ്പം. ആരാ റുകൂഅ് ചെയ്യുന്നവർ? അറബി പഠിക്കുന്നവർക്ക് അറിയാം, റാക്കിഈൻ പുരുഷന്മാരെന്നാണ് അർത്ഥം. റുകൂഅ് ചെയ്യുന്ന പുരുഷന്മാരെന്നാണ് അർത്ഥം. അഥവാ അവിടെ പള്ളിയിൽ പുരുഷന്മാരുണ്ട് എന്ന കാരണത്താൽ സ്ത്രീകളെ ഒഴിവാക്കേണ്ടതില്ല, നീ അവരുടെ കൂടെ റുകൂഅ് ചെയ്തോ. 100 കണക്കിന് ഹദീസുകൾ വേണമെങ്കിൽ നിങ്ങൾ സമയം തരികയാണെങ്കിൽ ഈ മിമ്പറിൽ നിന്നുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഓരോന്ന് വായിക്കാൻ പറ്റും. 100 കണക്കിന് ഹദീസ്. എന്തിന്? സ്വഹാബത്തിന്റെ കാലത്ത്, നബിന്റെ കാലത്ത് പള്ളിയിൽ പോയതും പള്ളിയിൽ വൃത്തിയാക്കിയതും രാത്രിയിൽ പോയതും ഇഅ്തികാഫിരുന്നതും എത്ര സംഭവം വേണമെങ്കിൽ വായിക്കാനുണ്ട്. പള്ളി ദർസുകളിൽ പഠിപ്പിക്കുന്ന ഹദീസിന്റെ കിതാബിൽ അതുണ്ട്. അതുപോലെ തന്നെ നബി തങ്ങൾ പറഞ്ഞു, ലാ തംനഉ ഇമാ അല്ലാഹി മസാജിദല്ലാഹ്, അള്ളാന്റെ പള്ളികളെ തൊട്ടുകൊണ്ട് അഭയാർത്ഥികളായ സ്ത്രീകളായവരെ നിങ്ങൾ തടയാൻ പാടില്ല. പോണെന്ന് പറഞ്ഞാൽ പോകാൻ പാടില്ല നിങ്ങൾ പറയരുത്. നിങ്ങളുടെ കീഴിലുള്ള നിങ്ങളുടെ ഭാര്യമാരോട് സഹോദരിമാരോട് പള്ളി പോകരുതെന്ന് നിങ്ങൾ വിലക്കരുത്. അവർ നിങ്ങളോട് ചോദിക്കും, നിങ്ങൾ ചോദിച്ച അനുവാദം മേടിച്ചിട്ടാണ് അവർ പോവേണ്ടത്. നിങ്ങളത് തടയാൻ പാടില്ല. തങ്ങൾ പറയുന്ന ഹദീസ് കാണാൻ സാധിക്കും, നിസാക്കും, നിങ്ങളുടെ സ്ത്രീകൾ നിങ്ങളോട് അനുവാദം വന്ന് ചോദിച്ചാൽ ബില്ലൈലി, രാത്രിയിൽ. പകല് പോണേനെ നമ്മൾ പറയും, അത് പകലല്ലേ. രാത്രി വന്ന് ഒരു രാത്രി നമസ്കാരം മഗ്രിബിനോ ഇശാഇനോ അനുവാദം ചോദിച്ചാൽ ഇലൽ മസ്ജിദി, പള്ളിയിലേക്ക്, വീടിന്റെ ഉള്ളിലേക്കല്ല, പള്ളിയിലേക്ക് അനുവാദം ചോദിച്ചാൽ ഫഅ്ദനൂ ലഹുന്ന, നിങ്ങൾ അവർക്ക് അനുവാദം കൊടുക്കണം. ഹദീസാണ്, സംശയമുള്ളവർക്കൊക്കെ പഠിക്കാം. നബി തങ്ങളുടെ ഭാര്യ ആയിഷ റളിയല്ലാഹു അൻഹ നമ്മുടെ ഉമ്മയാണ്. ആയിഷ ബീവി പറയാണ്, കുന്ന നിസാഉൽ മുഅ്മിനാത്ത്, ഞങ്ങൾ സ്ത്രീകൾ ഉണ്ടായിരുന്നു നബിന്റെ കാലത്ത്, യഷ്ഹദിന മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾ റസൂലിന്റെ കൂടെ പങ്കെടുക്കാറുണ്ടായിരുന്നു സ്വലാത്തൽ ഫജ്രി. നാട്ടിലൊക്കെ കടന്നുറങ്ങുന്ന സമയത്ത്, മറ്റുള്ള മനുഷ്യന്മാരൊക്കെ കടന്നുറങ്ങും, മുസ്ലിങ്ങൾ പള്ളി പോണ സമയമാണല്ലോ, ആ ഫജ്റിന്റെ സമയത്ത് ഞങ്ങൾ നബിന്റെ കൂടെ പള്ളിയിൽ ഉണ്ടായിരുന്നു. ആയിഷ ബീവി പറഞ്ഞാൽ പോരെ? അതിനേക്കാൾ വലുതാണ് നമ്മുടെ നാട്ടിലെ ഏതെങ്കിലും ബീവിമാര്? ഇങ്ങനെ നോക്കിയാൽ എത്രയെത്ര ഹദീസുകൾ നമുക്ക് വായിക്കാനുണ്ട്. പക്ഷേ നമ്മുടെ കേരളത്തിലെ ചില ആളുകളുടെ, മനുഷ്യന്മാരുടെ വികലമായ കാഴ്ചപ്പാടുകൾ കൊണ്ട് നഷ്ടപ്പെട്ടത് എന്താണെന്നറിയോ? ഉംറക്ക് കൊണ്ടുപോകുന്ന സ്ത്രീകൾ, കളൊക്കെ ബന്ധുക്കളെ കൊണ്ടുകൊണ്ട് ഏത് ഗ്രൂപ്പിലാണ് പോണത് എന്നുള്ളത് പ്രധാനം തന്നെയാണ്. എന്റെ കാരണം എന്നറിയോ? നമ്മളൊക്കെ 10-12 വർഷമായി ഈ മേഖലയിൽ കാണുന്ന വല്ലാത്തൊരു ചൂഷണം പറയാ. നിബിതങ്ങൾ പഠിപ്പിക്കാത്ത പല കാര്യങ്ങളും ചെയ്യിപ്പിക്കുന്നു എന്നതിലപ്പുറത്ത് നിബിതങ്ങൾ പറഞ്ഞതും പഠിപ്പിച്ചതുമായ കാര്യത്തിന് വിസമ്മതിക്കുകയാണ്. പ്രധാനമായി ഇരു ഹറമുകളിൽ നടക്കുന്ന ജമാഅത്ത് നമസ്കാരത്തിന് പോകരുത്. ആര്? ഇവിടുന്ന് 80,000 90,000 രൂപ മേടിച്ചിട്ട് അവിടെ എത്തിയ മനുഷ്യന്മാർ, അവിടെ റൂമിലിരിക്കുകയാണ്. പള്ളിയിലെ ജമാഅത്ത് നിസ്കാരത്തിന് പോകരുത്. അവിടെ പോകുന്ന 200 കണക്കിന് രാജ്യക്കാർ പോകുന്നുണ്ട്. നമ്മളെ കേരളത്തിന് മാത്രം ഒരു മതനിയമമുണ്ട് അങ്ങനെ. എന്നിട്ട് അവരെ അവിടെ നിന്ന് ആ സമയത്ത് ബാങ്ക് കൊടുത്താൽ തിരിച്ച് റൂമിലേക്ക് കൊണ്ടുപോവാണ്. ബാക്കിയുള്ളവരൊക്കെ പള്ളിക്ക് വരുമ്പോ
കേരളത്തിലെ പ്രിയപ്പെട്ടവരായ നമ്മുടെ ഉമ്മപെങ്ങന്മാരോട് പറയാണ് ഹറാമാണ്. എത്ര 1,00,000 റക്അത്താണ് അവിടെ ഒരു പള്ളിയിലെ ജമാഅത്തിന്റെ പ്രതിഫലം. മദീനത്ത് 1000 റക്അത്തിന്റെ പ്രതിഫലമാണ്. അതിന് കൊണ്ടുപോകില്ല. എന്നിട്ട് നാട്ടിൽ കൂടെ ആ മലന്റെ മുകളിലും ഈ മലന്റെ മുകളിൽ അവിടെയൊക്കെ കൊണ്ടുപോയിട്ട് അവിടെ ഭയങ്കര കറാമത്തുണ്ട്, അവിടെ പുണ്യുണ്ട്, ഇവിടെ എത്ര വന്നതാണെന്നൊക്കെ പറഞ്ഞ് അവിടെയൊക്കെ കൊണ്ടുപോയി സുജൂദിപ്പിക്കുക. ഈ രംഗം നമ്മുടെ നാട്ടിൽ ഇന്ന് സജീവമാണ്. അതുമാത്രമല്ല, ഇസ്ലാം വിലക്കിയ കാര്യങ്ങൾക്കൊക്കെ സകല പെർമിഷനാണ്. പള്ളി ഹറാം, മക്കാമിലേക്ക് പോകാം, ജാറങ്ങളിൽ പോകാം, റോസിന് പോകാം, ഒട്ടിക്കലാശത്തിന് പോകാം, ആഹ്ലാദത്തിന് ചാടിക്കളിക്കാം, സ്റ്റേജിലും അതുപോലെ അപ്പുറത്തും ഇപ്പുറത്തും തുള്ളിച്ചാടാം. അപ്പോഴൊന്നും ഹറാമിന്റെ ഒരു ഫത്വയും വായിക്കൂല. ഒരു പെണ്ണ് അവർക്ക് മാത്രമുള്ള പള്ളികളിലെ ഏരിയകളിൽ വന്ന്, നമ്മളിവിടെ പഠിക്കുന്ന സ്ത്രീകൾ നമസ്കരിച്ചു പോകണം, നമ്മൾ ആരെങ്കിലും അവരറിയുന്നുണ്ടോ? അവർക്ക് പ്രത്യേകമായ സംവിധാനങ്ങൾ ഒരുക്കുന്നുണ്ട്. എന്നിട്ടും അതിന് ഹറാം എന്ന് പറയുന്ന മനുഷ്യർ ശരിക്കു പറയേണ്ടുന്ന പല ഭാഗങ്ങളിലും വിലക്കേണ്ടുന്ന ഭാഗങ്ങളിൽ ഇത് പറയുന്നില്ല. നേർച്ചകളുടെയും ഉറൂസുകളുടെയും പേരിൽ നടക്കുന്ന ആണും പെണ്ണും ഒരുമിച്ച് നിന്ന് നിരങ്ങുന്ന, ഒരു മറയുമില്ലാതെ നീങ്ങുന്നതെടുത്ത് ഒരു ഹറാമിന്റെ ഒരു ചെറിയ സംസാരം പറഞ്ഞിരുന്നുവെങ്കിൽ നമ്മുടെ നാട്ടിൽ എത്ര മനുഷ്യന്മാർ അതിൽ നിന്ന് പിന്തിരിയുമായിരുന്നു. അതുകൊണ്ട് പഠിക്കുക, വായിക്കുക. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസുകളിൽ കാണാൻ സാധിക്കും, തോന്നിയതുപോലെ ആകരുത്. സ്ത്രീകൾ പള്ളിയിലേക്ക് പോകുമ്പോൾ സുഗന്ധം ഉപയോഗിക്കരുത്, പുരുഷന്മാരോട് കൂടിക്കലരുന്ന അവസ്ഥകൾ ഉണ്ടാവരുത്, അണിഞ്ഞൊരുങ്ങി നടക്കരുത്. ചില കാര്യങ്ങളൊക്കെ ആ രൂപത്തിൽ പറഞ്ഞിട്ടുണ്ട്, പുരുഷന്മാരോട് പറഞ്ഞിട്ടുണ്ട്. അവർ സ്ത്രീകൾക്ക് വേണ്ടുന്ന സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കണം. പക്ഷേ ഇന്ന് മാറ്റങ്ങൾ നമ്മുടെ നാട്ടിൽ വന്നു, നമുക്ക് നിഷേധിക്കാൻ കഴിയില്ല. പള്ളികളിൽ ചെറിയ ബോർഡ് വരാൻ തുടങ്ങി, യാത്രക്കാരായ സ്ത്രീകൾക്ക് നമസ്കരിക്കാനുള്ള സൗകര്യം. അത് നമ്മളെ കണ്ടു പഠിച്ചതാണ്. കുഴപ്പമില്ല, ഞങ്ങൾക്ക് സന്തോഷമുള്ളൂ. അത് സമ്മതിച്ചല്ലോ, അതെങ്കിലും സമ്മതിക്കാൻ കഴിഞ്ഞല്ലോ. അവിടെ എന്താണ്, എന്ത് മാനദണ്ഡമാണ് അതിന് പറയാനുള്ളത്? അതും പള്ളിന്റെ തൊട്ടടുത്ത് തന്നെയാണല്ലോ. എത്ര ചെറിയ ഗ്യാപ്പാണുള്ളത്. ശരി, അതിനെ എതിർക്കുന്നൊന്നുമില്ല. ആ കാര്യം അതുപോലെ സമ്മതിക്കാൻ കഴിഞ്ഞ നിങ്ങൾക്ക് ഇനിയും തുറന്നു പറയാൻ കഴിയട്ടെ എന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത്.